ഇത് ഞാൻ മമ്മൂക്കടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. മമ്മൂക്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ പഠിപ്പും വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും എന്റെ കുഞ്ഞു കുരുട്ട് ബുദ്ധി തോന്നുന്ന ഒരു കാര്യം ഞാൻ സാറിനോട് പറയട്ടെ. നീ ഇലക്ഷന് നിൽക്കല്ലേ, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ല അതൊന്നുമില്ല. അല്ലല്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. നീ ഇലക്ഷനിൽ നിന്ന് ജയിച്ചാൽ പിന്നെ നിനക്ക് ജീവിക്കാനൊക്കത്തില്ല. ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് വിചാരിച്ചൊന്നും അല്ലല്ലോ അന്ന് അങ്ങനെ ചെയ്തു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയായവന്. മക്കളെ മാമനോടൊന്നും തോന്നല്ലേ? ഇപ്പോ നീ രാജ്യസഭയിലായിരുന്നപ്പോ ആ ബുദ്ധിമുട്ടില്ല. അതല്ലേ അടുത്താണ് കാരണം നിനക്ക് ബാധ്യതയില്ല, ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ വോട്ട് തന്ന് ജയിപ്പിച്ചു വിട്ടാ എല്ലാം കൂടെ എടുത്തിട്ട് പമ്പരം കറക്കുന്നതാണ് കറക്കും. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഞാൻ നമുക്ക് അതൊരു തരം എക്സ്റ്റസിയാണ്. ഒരു 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 എക്സ്റ്റസിയാണ് അത്. ഐ എൻജോയ് ഇറ്റ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്ത് പിന്നെ എന്ത് കുഴപ്പമെങ്കിലും ആട്ടെ എന്ന് പുള്ളി പറഞ്ഞ് പിടങ്ങുകയും ചെയ്യും. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. പുള്ളി അതിൻ്റെ ഒരു നല്ല വശം വെച്ചിട്ട് തന്നെ പറഞ്ഞതാണ്. പക്ഷെ ഐ ലവ് ഡൂയിങ് ദിസ്. ഈശ്വര, വല്ലയിടത്തൂടെയും പോയ തീവണ്ടിക്ക് ഓടിച്ചൊന്നും തലവച്ച പോലെ ആയല്ലോ. നീ ഇലക്ഷനിൽ നിന്ന് ജയിച്ചാൽ പിന്നെ നിനക്ക് ജീവിക്കാനൊക്കത്തില്ലടാ. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. എല്ലാം കൂടെ എടുത്തിട്ട് പമ്പരം കറക്കുന്നതാണ് കറക്കും. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ?